നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 മാച്ചിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഞാനൊരു ചെറിയ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. യൂറോപ്പ് ലീഗിന്റെ ഫൈനലിസ്റ്റുകൾ ഏതാണ്ട് കൺഫേം ആയി കഴിഞ്ഞു. 2 ടീമുകളും സെമി ഫൈനലിന്റെ ആദ്യ ലെഗിൽ ഒരു കിടിലം ലീഡ് നേടിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3-0 അത്ലറ്റിക്കോ ക്ലബിനെ പരാജയപ്പെടുത്തിയപ്പോൾ സ്പേഴ്സ് 3-1 ബോഡോ ഗ്ലിംറ്റിനെതിരെ വിജയിച്ചത്. അപ്പൊ നമുക്ക് സ്പേഴ്സിന്റെ മാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആ ലൈനപ്പ് കണ്ടപ്പോൾ ഞാൻ ചെറുതായൊന്ന് പേടിച്ചു. കാരണം റിച്ചാർൽസനെ ലെഫ്റ്റ് വിങ്ങിൽ ഇറക്കിയിട്ട് അധികം മാച്ചുകൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആൻഡ് പോസ്റ്റോകോഗ്ലുവിന്റെ ആ ഒരു പരീക്ഷണം വിജയിച്ചു എന്ന് തന്നെ പറയണം. കാരണം കളി തുടങ്ങി 1-ാം മിനിറ്റിൽ തന്നെ റൈറ്റ് വിങ്ങിൽ നിന്ന് പെഡ്രോ പോറോയുടെ നല്ലൊരു ക്രോസ് വരുന്നു. റിച്ചാർഡ്സൺ പോസ്റ്റ് ഫാർ പോസ്റ്റിലേക്ക് ഇത് ഹെഡ് ചെയ്യാണ്. അവിടെ ബ്രണ്ടൻ ജോൺസൺ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, പുള്ളിയുടെ ഒരു പ്ലേസ്മെന്റ് ഹെഡർ കൂടി വന്നതോടെ 1-ാം മിനിറ്റിൽ തന്നെ 1-0 ലീഡിലേക്ക് സ്പേഴ്സ് എത്തുകയാണ്. അതിനുശേഷം ഒരുപാട് ചാൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ ജോൺസണ് 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു, മാഡിസണ് ചാൻസുകൾ ഉണ്ടായിരുന്നു, ലെഫ്റ്റ് വിങ്ങിൽ റിച്ചാർഡ്സൺ 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. അവസാനം മാഡിസന്റെ ഒരു റണ്ണാണ് 2ാമത്തെ ഗോളിലേക്ക് വഴിവെച്ചതെന്ന് പറയേണ്ടി വരും. ഇവിടെ ലോങ് ബോളുകൾ മാഡിസന്റെ റണ്ണൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മാഡിസന്റെ ആ ഒരു ടച്ച് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടച്ചാണ് നമ്മൾ കണ്ടത്. പുള്ളി ആ ബോൾ കൺട്രോൾ ചെയ്തു. 2 ഡിഫൻഡേഴ്സും ഒരു ഗോൾ കീപ്പറിന്റെ ഇടയിലൂടെയാണ് ലെഫ്റ്റ് വിങ്ങിന്റെ കോർണറിലേക്ക് മാഡിസൺ ഇത് പ്ലേസ് ചെയ്യുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗോളായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 2-0 എന്നുള്ള ലീഡിലേക്ക് സ്പേഴ്സ് എത്തുകയാണ്. ഞാൻ വെച്ച് സെക്കൻഡ് ഹാഫിൽ ബോഡോ ഗ്ലിംസ് കുറച്ചുകൂടി പൊസിഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് കളിച്ചു. നിങ്ങൾ പൊസിഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ബോള് ബോഡോയുടെ കൈ തന്നെയായിരുന്നു. പക്ഷേ അത് ഫൈനൽ തേർഡിലേക്ക് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും റിക്കവർ ചെയ്യാൻ വാൻഡവനും റൊമേറോക്കും കഴിഞ്ഞു എന്നുള്ളത് ഒരു പോസിറ്റീവ് തന്നെയാണ്. അങ്ങനെ കളി മുമ്പോട്ട് പോയി. റൊമേറോ പോസ്റ്റിൽ വെച്ചിട്ട് ഫൗൾ ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് വരുന്നു. ഓൺഫീൽഡ് റഫറി വാർ ഇന്റർവീൻ ചെയ്തുകൊണ്ട് ഈ ഒരു പെനാൽറ്റി അനുഭവിച്ചു. സോളാങ്കി ഈ പെനാൽറ്റി കൺവേർട്ട് ചെയ്തതോടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് 3-0 എന്നുള്ള ലീഡിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തു. ഇവിടെയാണ് എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളത്. കാരണം ഈ 3-0 ലീഡൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഡിഫെൻസീവായിട്ട് ഇറങ്ങി കളിക്കേണ്ട സിറ്റുവേഷനാണ്. കാരണം എന്തിനാണ് 4 ഗോളിലേക്കോ 5 ഗോളിലേക്കോ പോകേണ്ട ആവശ്യകത ഇവിടെ? ആ 3 ഗോൾ തന്നെ വളരെ വളരെ കംഫർട്ടബിൾ ആണ്. ആ സമയത്താണ് ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ ബോഡോക്ക് കിട്ടുന്നത്. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷ് അവരെ സൈഡിൽ നിന്ന് വരികയും ചെയ്തു. അങ്ങനെ ഒരു കോൺസലേഷൻ ഗോൾ അവർ സ്കോർ ചെയ്തു. കളി അവസാനിക്കുമ്പോൾ 3-1 എന്ന സ്കോറിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. എന്തായാലും സെക്കൻഡ് ലെഗിൽ 2 ഗോളിന്റെ ഒരു കുഷ്യൻ സ്പേഴ്സിനുണ്ട്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പൊ യുണൈറ്റഡിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വിജയിച്ചിട്ടുള്ള ഒരു മത്സരമാണ്. 1-2 പെർഫോമൻസുകളെ പറ്റി എടുത്തു പറയണം. ഒന്ന് ഹാരി മഗ്വയർ ആണ്. മഗ്വയർ ഫോർവേഡ് ആണോ അല്ലെങ്കിൽ വിങ്ങർ ആണോ ഡിഫൻഡർ ആണോ എന്നൊക്കെ മനസ്സിലാകാത്ത ഒരു മാച്ചായിരുന്നു. കാരണം ഗോൾ ലൈൻ ക്ലിയറൻസ് ചെയ്യുന്നു, ഹെഡർ വഴി ഗോൾ ക്ലിയർ ചെയ്യുന്നു, റൈറ്റ് വിങ്ങിലൂടെ ഡ്രിബിൾ ചെയ്തിട്ട് 2-3 പ്രാവശ്യം ബോൾ കൊണ്ടുപോയി പോസ്റ്റിലേക്ക് ക്രോസ് ഇടുന്നു, അത് പിന്നീട് ഗോളായി മാറുന്നു. ഇങ്ങനെ മെഗ്വറുടെ ഒരു മാരക പെർഫോമൻസ് ആണ്. നമ്മൾ ബ്രൂണോ ഫെർണാണ്ടസിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. പുള്ളി 2 ഗോളുകൾ പെനാൽറ്റി അടക്കം 2 കിടിലൻ ഗോളുകൾ സ്കോർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പോസ്റ്റിന് പുറത്തു നിന്നുള്ള ആ ഷോട്ടൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷാണ് നമ്മൾ ബ്രൂണോയുടെ സൈഡിൽ നിന്ന് കാണുന്നത്. കസമിറോ ആണ് യുണൈറ്റഡിന് വേണ്ടിയിട്ട് ആദ്യം സ്കോർ ചെയ്യുന്നത്. അങ്ങനെ അത്ലറ്റിക്കോ ക്ലബിന് കാര്യമായിട്ടൊന്നും ഈ മാച്ചിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ 35ാമത്തെ മിനിറ്റിൽ ബോക്സിൽ വെച്ചിട്ട് ഹോലാൻഡിനെ ഫൗൾ ചെയ്തതിന് വിവിയന് റെഡ് കാർഡ് കൂടി വന്നതോടെ അവരുടെ ഒരു ഓവറോൾ സ്ട്രക്ചർ തന്നെ വളരെ വളരെ പരിതാപകരമായ സ്ഥിതിയിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും. എന്തായാലും സെക്കൻഡ് ഹാഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ യുണൈറ്റഡ് കയറി പോകും എന്നുള്ള സിറ്റുവേഷനാണ്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി 1-0 വോൾസിനെ പരാജയപ്പെടുത്തി. അപ്പോൾ ആ ഒരു ടോപ്പ് 4 സ്പോട്ട് ഏതാണ്ട് ഉറപ്പിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം ഇനി 3-4 മത്സരങ്ങൾ മാത്രമേ പല ടീമുകൾക്കും ബാക്കിയുള്ളൂ. എല്ലാ മത്സരങ്ങൾ ജയിച്ചില്ലേ പോലും ടോപ്പ് 5 എത്തുന്ന ടീമിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള ഒരു അവസരമുണ്ട്.
അപ്പോൾ സിറ്റിക്ക് ആ ഒരു സ്പോട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ പെർഫോമൻസിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് കെവിൻ ഡിബ്രോയിനാണ് സിറ്റിക്ക് വേണ്ടിയിട്ട് ഗോൾ നേടുന്നത്. ഇപ്പോൾ രണ്ട് ടീമിൻ്റെ പെർഫോമൻസ് നോക്കിയാലും ഒരുപാട് ചാൻസുകളൊന്നും ഇരു ടീമുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സിറ്റിയുടെ സൈഡിൽ നിന്ന് 2ഓളം ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി, 9 ചാൻസുകൾ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി കേജി ആയിട്ടുള്ള മാച്ചായിട്ടാണ് നമുക്ക് തോന്നിയത്. പൊസിഷൻ സിറ്റിയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അത് വെച്ചിട്ട് ഒരുപാട് ഷോട്ടുകളൊന്നും ടാർഗറ്റിലേക്ക് കൊണ്ടുവരാൻ സിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.